അധികാരത്തിന്റെ ഉത്തുംഗ ശൃംഗങ്ങളിൽ നിന്ന് വിധി നിശ്ചയിച്ച ഒരു മനുഷ്യൻ ഇന്ന് വെറും 50 അടി താഴ്ചയുള്ള കോൺക്രീറ്റ് ശവക്കല്ലറയിൽ ഒളിച്ചിരിക്കുന്നു. 1945 ഏപ്രിൽ അഡോൾഫ് ഹിറ്റ്ലറുടെ ലോകം. ബെർലിന്റെ തകർന്ന തെരുവുകളിലേക്ക് ചുരുങ്ങിക്കഴിഞ്ഞു. പുറത്ത് വസന്തകാലമായിരുന്നു, പക്ഷേ ഫ്യൂറർ ബങ്കറിനുള്ളിൽ അത് മരണത്തിന്റെ ശൈത്യമായിരുന്നു. അവസാന നാളുകളിൽ അയാൾ ഒരു നിഴൽ മാത്രമായിരുന്നു. പാർക്കിൻസൺസ് രോഗത്താൽ വിറയ്ക്കുന്ന ഇടതുകൈ പുറകിൽ ഒളിപ്പിച്ചു പിടിച്ച അയാൾ ഇടനാഴികളിലൂടെ നടന്നു. കണ്ണുകളിലെ ആ പഴയ തീക്ഷ്ണത മാഞ്ഞു പോയിരിക്കുന്നു. പകരം അവിടെ ഭയവും സംശയവും കൂടുകൂട്ടി. തന്നെ സേവിച്ചവരെയെല്ലാം അയാൾ സംശയിച്ചു. വിശ്വസ്തരായ പട്ടാള മേധാവികൾ പോലും വഞ്ചകരാണെന്ന് അയാൾ വിളിച്ചു പറഞ്ഞു. യാഥാർത്ഥ്യബോധം നഷ്ടപ്പെട്ട ആ മനസ്സ് നിലവിലില്ലാത്ത സൈന്യങ്ങൾ വന്ന് തന്നെ രക്ഷിക്കുമെന്ന് അപ്പോഴും വിശ്വസിച്ചു. അയാളുടെ പെരുമാറ്റം പ്രവചനാതീതമായിരുന്നു. ചിലപ്പോൾ മിനിറ്റുകളോളം നീളുന്ന അട്ടഹാസങ്ങൾ, മറ്റു ചിലപ്പോൾ മണിക്കൂറുകൾ നീളുന്ന ശ്മശാന നിശബ്ദത. രാഷ്ട്രീയമായി അയാൾ എല്ലാം നഷ്ടപ്പെട്ട ഒരു ചൂതാട്ടക്കാരനായിരുന്നു. ജർമ്മൻ ജനത തനിക്ക് അർഹരല്ലെന്നും പരാജയപ്പെട്ട ഒരു ജനത നശിച്ചു പോകണമെന്നും അയാൾ ക്രൂരമായി ചിന്തിച്ചു. നൈറോൺ ഉത്തരവിലൂടെ സ്വന്തം രാജ്യത്തിന്റെ ബാക്കി പത്രങ്ങൾ കൂടി ചുട്ടരിക്കാൻ അയാൾ ആജ്ഞ. തകർന്നുപോയ ആ ലോകത്തും അയാൾ ഒരു സ്ത്രീക്ക് വാക്ക് നൽകിയിരുന്നു, ഇവ ബ്രൗൺ. മരണത്തിലേക്ക് കൂടെ നടക്കാൻ തയ്യാറായവൾക്ക് അയാൾ ഭർത്താവ് എന്ന പദവി നൽകി. ആ വിവാഹം ഒരു ആഘോഷമായിരുന്നില്ല, അതൊരു യാത്രയയപ്പായിരുന്നു. തന്റെ വിൽപത്രത്തിൽ അയാൾ എഴുതി, ഞാൻ മരിക്കുന്നു, പക്ഷെ എന്റെ ലക്ഷ്യം ഒരിക്കലും മരിക്കില്ല. തന്റെ പരാജയത്തിലും ലോകത്തോട് പകവെച്ചു പുലർത്തിയ ഒരു മനസ്സിന്റെ അവസാന തേങ്ങലുകളായിരുന്നു ആ വരികൾ. ഏപ്രിൽ 30 അവസാനത്തെ ഉച്ചഭക്ഷണം അയാൾ കഴിച്ചു, പക്ഷേ അത് മരണത്തിലേക്കുള്ള അവസാനത്തെ ചുവടായിരുന്നു. ഇവ ബ്രൗൺ സയനൈഡിന്റെ മധുരമില്ലാത്ത മരണത്തിലേക്ക് വീണു. ഹിറ്റ്ലർ തന്റെ സർവീസ് പിസ്റ്റൾ കൊണ്ട് ആ അധ്യായം അവസാനിപ്പിച്ചു. ഒരു വെടിവെച്ചയിൽ ആ സാമ്രാജ്യം നിലംപൊത്തി. അയാളുടെ ശരീരം പെട്രോൾ ഒഴിച്ച് ദഹിപ്പിക്കുമ്പോൾ ആ പുകയ്ക്കൊപ്പം ഒരു കാലഘട്ടത്തിന്റെ ക്രൂരതകളും അന്തരീക്ഷത്തിൽ അലിഞ്ഞു ചേർന്നു. ചരിത്രം ഹിറ്റ്ലറെ അടയാളപ്പെടുത്തുന്നത് ഒരു ഭരണാധികാരിയായല്ല, മറിച്ച് മനുഷ്യത്വം മറന്നുപോയ ഒരു പ്രത്യയ ശാസ്ത്രത്തിന്റെ പതനമായിട്ടാണ്. ആ ചാരം ഇന്നും ലോകത്തിന് നൽകുന്ന ഒരു സന്ദേശമുണ്ട്. അധികാരത്തിന്റെ അന്ധത നാശത്തിലേക്കുള്ള എളുപ്പ വഴിയാണ്.